ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ വെക്കാൻ പോകുന്ന കറി താറാവ് കറിയാണ്. താറാവ് കറിക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ നമുക്ക് താറാവിനകത്തോടെ തട്ടിയിട്ട് കൊടുക്കാം. എന്തൊക്കെ സാധനങ്ങൾ വേണ്ടതെന്ന് പറയാമേ. ഞാൻ ആദ്യം കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട്. 4 സൈഡ് ഇങ്ങനെ വിതറിയാണ് ഇടുന്നത്. എല്ലാ സൈഡിലും ആയിട്ടൊന്നുമില്ല, എന്നാലും പറ്റുന്ന രീതിയിലൊക്കെ എല്ലായിടവും ഞാൻ വിതറി ഇട്ടിട്ടുണ്ട്. നമുക്കതിന് ശേഷം നമ്മളിടുന്നത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടിയും കുറച്ചിട്ടിട്ടുണ്ട്. അത് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്തിടാൻ പോകുന്നത് മല്ലിപ്പൊടി നമ്മൾ അതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. എല്ലാം കുറേശ്ശെയാണ് ഇടുന്നത്, കാരണം നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റിടുമ്പോൾ അതിനകത്ത് മസാല ഇടുന്നുണ്ട്. അതുകൊണ്ട് കുറേശ്ശെയാണ് ഇടുന്നത്. പിന്നെ അതിന് ശേഷം ഞാൻ ഇച്ചിരി ഗരം മസാല ഇടുന്നുണ്ട്. ഫസ്റ്റ് ടൈമാണ് ഞാൻ താറാവ് കറി വെക്കുന്നതിന് മുമ്പ് വെച്ചിട്ടില്ല. എന്തിനാവും ഏതാവുന്നത്. പിന്നെ ഉപ്പിടണം. ഇതെല്ലാം നല്ലോണം പുരട്ടി നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം. നമ്മുടെ താറാവ് കറിക്കുള്ള വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ചുമന്നുള്ളി, കരിയാപ്പല, മല്ലിയില എല്ലാം നല്ല രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനേച്ച് നമ്മൾ ഇരുമ്പേട്ടിക്കകത്തിട്ടാണ് വഴറ്റിയെടുക്കുന്നത്. നല്ലോണം വഴറ്റിയെടുക്കണം. നല്ല രീതിയിൽ ചുരുങ്ങി വരും. ആ ഒരു പരിവാകുമ്പോഴത്തേക്കാണ് നമുക്ക് മസാലയൊക്കെ ഇടണം. നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചിട്ട് നമുക്കിതൊന്ന് വാടി വന്നാൽ വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ താറാവ് കറിക്ക് വേണ്ടത് ഉള്ളിയെല്ലാം നല്ല രീതിയിൽ ഞാൻ വാട്ടിയെടുത്തിട്ടുണ്ട്. അതിനോട് തന്നെ തക്കാളിയും കൂടി ഇട്ട് തക്കാളിയും കുരുമുളക് പൊടി എല്ലാം ഇട്ട് വഴറ്റിയെടുത്തതിന് ശേഷമാണ് ഞാൻ മസാല ഇടുന്നത്. മസാല ഇടാൻ വേണ്ടി അതിനിടയ്ക്ക് നമ്മുടെ കൈസിൽ ബഹളം വെക്കുന്നുണ്ട് കേട്ടോ. മസാലകൾ എടുത്തുകൊണ്ട് മുളക് പൊടി എടുക്കുന്നുണ്ട്, മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, ഉലുവാപ്പൊടി, കുരുമുളക് പൊടി ഞാൻ നേരത്തെ ഇതിനകത്തിട്ട് ഇളക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ കുരുമുളക് ഉണ്ടാകുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഗരം മസാലയുടെ ചേർക്കുന്നുണ്ട്, അത് കാണിക്കാനായിട്ട് വിട്ടുപോയി. പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഇടുക. നമുക്ക് ഓരോ കണക്കുണ്ടല്ലോ ഉപ്പിൻ്റെ, അതനുസരിച്ച് നമ്മുടെ ആവശ്യത്തിന് ഉപ്പിട്ടാൽ മതി. ഇതിൻ്റെ തന്നെ നല്ല പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് ഇറച്ചിയും കൂടെ തട്ടിയിട്ട് നമുക്ക് വേവിച്ചിരിക്കുന്ന സാധനമാണ് വേവിച്ചെടുക്കുക. പിന്നെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ ചോറ് കഴിക്കാനായിട്ട് പോകും. ചോറിനകത്തൊക്കെ ഇട്ടപ്പോൾ എൻ്റെ അമ്മച്ചി ഒരു രക്ഷയില്ല കേട്ടോ. സൂപ്പർ അടിപൊളി. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ താറാവ് കറി വെക്കുന്നത്. അതും ഒരു രക്ഷയില്ല. ഞാൻ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് വന്നതിന് ശേഷമാണ് ആഹാരം കഴിക്കുന്നത്. അതാണ് മുഖത്ത് ഇത്ര മേക്കപ്പ് കമ്മലെല്ലാം ഊരി വെച്ചായിരുന്നു. മഷി എന്നെ കണ്ണ് കാണാൻ പറ്റത്തില്ല. ഞാൻ തിന്നിട്ട് ബാക്കി കമ്മലും കരകളൊക്കെ ഇടാമെന്ന് വെച്ചു. ഫസ്റ്റ് ട്രൈ ഞാൻ തന്നെ ചെയ്ത് ടേസ്റ്റാണ്. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി, ഒരു രക്ഷയില്ല. നിങ്ങളും നിങ്ങൾക്ക് താറാവ് കറി വെക്കും. ഞാൻ ചെയ്തതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ താറാവ് കറി വെച്ചിട്ടുള്ളവർ എനിക്ക് കമൻറ്റ് ഇട്ടേക്കണേ. അന്നേരം ബൈ.